യു ആർ എ ബാഡ് ആസ്. നിങ്ങളൊരു ബാഡ് ആസ് ആണോ? ബാഡ് ആസ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ബാഡ് ആസ് എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണോ? ആണ് എന്നാണ് ജെൻ സെൻസർ പറയുന്നത്. യു ആർ എ ബാഡ് ആസ് എന്ന് പറയുന്ന മനോഹരമായ പുസ്തകം, ആ പുസ്തകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പരാമർശിക്കുക എന്നുള്ളതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും അധികം ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ചിന്തകളുള്ള ഒരു പുസ്തകമാണ് യു ആർ എ ബാഡ് ആസ് എന്ന് പറയുന്ന ജെൻ സെൻസറുടെ പുസ്തകം. ഇത് കുറെ ദീർഘമായി പരാമർശിക്കേണ്ട ഒരു പുസ്തകമാണെങ്കിൽ കൂടെയും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹൗ ടു സ്റ്റോപ്പ് ഡൗട്ടിങ് യുവർ ഗ്രേറ്റ്നെസ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് എൻ ഓസം ലൈഫ് എന്നാണ് പുസ്തകത്തിന്റെ സബ് ടൈറ്റിലെ കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും നമുക്കെല്ലാം സാധിക്കുമെന്നുണ്ടെങ്കിലും നാം പലപ്പോഴും സംശയിച്ചു പോകുകയാണ്. നാം ഒരു ഓസം ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള വ്യക്തിത്വമാണ് എന്ന് നാം മറന്നു പോകുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് പുസ്തകം ആരംഭിക്കുന്നത് തന്നെ. അങ്ങനെയാണോ എന്ന് ചിന്തിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ് ഈ സാഹചര്യത്തിൽ. നാം ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്, നമുക്ക് അനേകം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ സെൽഫ് ഡൗട്ടാണ്. എനിക്കിത് കഴിയുമോ, എനിക്കിത് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവ് പലരുടെയും ജീവിതത്തിൽ കാണാറുണ്ട്. അതിനെ മറികടക്കുവാൻ സഹായിക്കുന്ന ഏകദേശം 25ഓളം ടിപ്സുകൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സത്യത്തിൽ നാം ജീവിക്കുന്ന ലോകത്ത് ഒത്തിരി അധികം അവസരങ്ങളുണ്ട്. ആർക്കും അവസരങ്ങളില്ല എന്ന് പറയുന്നത് അത്ര ശരിയായ ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പലപ്പോഴും വീഡിയോയുടെ ഒക്കെ താഴെ കമന്റുകൾ വരാറുണ്ട്, എല്ലാം ഉണ്ട് പക്ഷെ ഭാഗ്യം വേണം. ഭാഗ്യത്തെക്കാൾ അപ്പുറമായിട്ട് നമുക്ക് ഭാഗ്യത്തെ തേടുവാൻ സാധിക്കും. ആ ഭാഗ്യത്തെ കണ്ടെത്തുവാനായിട്ട് നാം ശ്രമിച്ചാൽ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് നാം അറിയേണ്ടത്. അത് തന്നെ പുസ്തകം പറയുന്നത്. നമുക്കും തീർച്ചയായും ആ ഗ്രേറ്റ്നെസ്സിനെ നേടുവാൻ സാധിക്കും. സെൽഫ് സംശയം എനിക്ക് കഴിയുമോ എന്നുള്ള ആ ചിന്ത മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ്. യു ക്രിയേറ്റ് യുവർ ഓൺ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തന്നെ സാധിക്കുക. ഈ ജോ വെത്താലൊക്കെ പറയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, യു ആർ ദ മൈക്കൽ ആഞ്ചലോ ഓഫ് യുവർ ലൈഫ്. മൈക്കൽ ആഞ്ചലോ വളരെ മനോഹരമായ ശില്പങ്ങൾ എല്ലാം ഉണ്ടാക്കുന്ന, പടങ്ങളൊക്കെ വരയ്ക്കുകയും ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം വളരെ മനോഹരമായ കാര്യങ്ങൾ നിർമ്മിക്കുന്നു. നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അത് വിശ്വസിക്കുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഈ പുസ്തകത്തിൽ വളരെ വിശദമായി പരാമർശിക്കുന്ന കാര്യമാണ് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. പലപ്പോഴും നമ്മുടെ ചിന്തകളാണ് നാം ആഗ്രഹിക്കുന്ന ഗ്രേറ്റ്നെസ്സിലേക്ക് നമ്മെ കൊണ്ടുവരുന്നത്. ഒരു കാര്യം ചിന്തയിൽ വരാതിരിക്കുന്നിടത്തോളം കാലം റിയാലിറ്റി നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. എല്ലാം ആരംഭിക്കുന്നത് നമ്മുടെ ചിന്തയിൽ തന്നെയാണ്. എല്ലാം തുടങ്ങുന്നതെന്ന് പറയുന്നത് ഒരു ചിന്തയായിട്ടാണ്. ഈ ലോകത്ത് നിന്നുണ്ടായിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും, എല്ലാ സൃഷ്ടികളും, എല്ലാ അത്ഭുത പ്രവൃത്തികളും എല്ലാം ആദ്യം ആരുടെയോ മനസ്സിലുണ്ടായിട്ടുള്ള കാര്യമാണ്. ആ മനസ്സിന്റെ ശക്തിയെ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. നന്നായി ചിന്തിക്കാൻ സാധിക്കുന്നവർക്ക് നല്ല കാര്യങ്ങൾ സൃഷ്ടിക്കുവാനും സാധിക്കും. എപ്പോഴും ആലോചിക്കേണ്ട കാര്യമാണ്, ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ ആകാൻ ആഗ്രഹിക്കുന്ന ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ടോ? അതോ ഞാൻ എപ്പോഴും സംശയിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞാൻ സംശയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് നേടാൻ സാധിക്കുകയില്ല. പക്ഷേ ഞാൻ വിശ്വാസത്തോടെ അത് ചിന്തിക്കുകയാണെങ്കിൽ അത് സംഭവിക്കുമെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡും ലോ ഓഫ് അട്രാക്ഷനും എല്ലാം പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് തന്നെയാണ്, നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹത്തിന്റെ വൈബ്രേഷൻ ഉയർത്തിക്കൊണ്ട് വരുവാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. ഇന്നു മുതൽ നിങ്ങൾ സെൽഫ് ഡൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ, എനിക്ക് കഴിയുമോ, എനിക്ക് കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ആളാണെങ്കിൽ, അത് മാറ്റിവെച്ചുകൊണ്ട് എനിക്ക് കഴിയും, എനിക്ക് മുന്നേറുവാൻ സാധിക്കുമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എൻ്റെ ചിന്തകൾ ഉയർത്തുവാനും ഒപ്പം തന്നെ എനിക്ക് ആഗ്രഹിക്കുന്ന നേട്ടങ്ങളെ നേടുവാനും സാധിക്കുന്നത്. ലവ് യുവർ സെൽഫ് ഫിയർസ്ലി. നമ്മെ തന്നെ അഗാധമായി ആഴത്തിൽ സ്നേഹിക്കുക. ഇതൊരു പുതിയ ചിന്തയാണെന്ന് വേണമെങ്കിൽ തോന്നാം. സെൽഫ് ലവ്, സെൽഫ് കമ്പാഷൻ. നാം നമ്മെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമുക്ക് ഉള്ള കാര്യങ്ങളെ നാം സന്തോഷിക്കുന്നുണ്ടോ? പലപ്പോഴും അത് ഉണ്ടോ എന്നുള്ളത് നാം സ്വയം ചോദിക്കേണ്ട ആവശ്യമാണ്. നാം നമ്മെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ നമ്മെ കെയർ ചെയ്യും, നമ്മെ അപ്രീഷിയേറ്റ് ചെയ്യും, നമ്മുടെ ഇല്ലായ്മകളെ മറന്നുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കാൻ ശ്രമിക്കും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി നാം കാണേണ്ട ആവശ്യമാണ്. ഫിയേഴ്സ്ലി, ഒരു ഉപാധികളുമില്ലാതെ നമ്മെ സ്നേഹിക്കുവാൻ, ഈ ജീവിതം നന്നാക്കണമെന്നും ഈ ശരീരം നന്നാക്കണമെന്നും ഈ മനസ്സ് ഉയർത്തണമെന്നും ചിന്തിക്കുന്ന മനോഹരമായ അവസ്ഥയെക്കുറിച്ചും പുസ്തകം നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമതായി എനിക്ക് പുസ്തകത്തിൽ കാണാൻ സാധിച്ച ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് ഐഡന്റിഫൈ ആൻഡ് ബസ്റ്റ് യുവർ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ഈ പുസ്തകത്തിന്റെ എല്ലാം ത്രെഡ് എന്ന് പറയുന്നത് തന്നെയാണ് ലിമിറ്റിംഗ് ബിലീഫ്സ്. എനിക്ക് കഴിയുമോ എന്നുള്ള പല ചിന്താഗതികൾ. പല ആളുകളും റിപ്പീറ്റഡ് ആയി ഇങ്ങനെ പറയാൻ അല്ലെങ്കിൽ സംശയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ എവിടെയോ കിട്ടിയ കുറെ പാഠങ്ങളാണ്. ചിലപ്പോൾ സ്കൂളിലായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നാം ആയിരുന്ന റിലീജിയസോ അതല്ലെങ്കിൽ സോഷ്യലോ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിരിക്കാം. അവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങളും പാഠങ്ങളും നമ്മെ ഒരു വ്യക്തിയായി വാർത്തിരിക്കുകയാണ്. നമുക്ക് അതിൽ നിന്ന്
അതിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. എനിക്ക് കഴിയുമെന്നോ കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ്. അത് ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതിനെ മാറ്റുവാൻ നമുക്ക് സാധിക്കണം. ബസ്റ്റ് യുവർ ലിമിറ്റിംഗ് ബിലീഫ്സ്. എനിക്ക് കഴിയില്ല എന്ന് തോന്നുന്ന എല്ലാ ചിന്തയും തച്ചുടയ്ക്കാൻ, അതിനെ സ്മാഷ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനായി നാലാമത്തെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ഗെറ്റ് കംഫോർട്ടബിൾ വിത്ത് ഡിസ്കംഫോർട്ട്. എനിക്ക് ഡിസ്കംഫോർട്ടബിൾ ആയിട്ടുള്ള, എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ കംഫോർട്ടബിൾ ആയി മാറുന്നത്. ഒരിക്കലും എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് സംശയിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഭയക്കുന്ന കാര്യത്തെ, ഞാൻ സംശയിക്കുന്ന കാര്യത്തെ ചെയ്തു നോക്കുക. ചിലപ്പോൾ പരാജയപ്പെടുമായിരിക്കും, ചിലപ്പോൾ തോറ്റുപോകുമായിരിക്കും, ചിലപ്പോൾ നാണം കെടുമായിരിക്കും. പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോഴാണ് അതുമായി കംഫോർട്ടബിൾ ആകുകയും അങ്ങനെ ഒരു വിജയത്തിലേക്ക് നമുക്ക് പോകുവാനും സാധിക്കുന്നത്. ആക്ട് ആസ് ഇഫ് എന്ന് പറയുന്ന നല്ലൊരു പ്രയോഗം പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആക്ട് ആസ് ഇഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേടിയതുപോലെ പെരുമാറുക, നേടിയതുപോലെ ചിന്തിക്കുക, നേടിയതുപോലെ പറയുക. ഞാൻ ഈ കാര്യം നേടിയിരിക്കുന്നു ചിന്തിച്ചുകൊണ്ട് ആക്ട് ആസ് ഇഫ്. ഞാൻ പണക്കാരനാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത്, എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്, ഞാൻ വിജയം നേടിയെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്. അതുപോലെ വിഷ്വലൈസ് ചെയ്യുവാനും ചിന്തിക്കുവാനും സാധിക്കേണ്ടത് ആവശ്യമാണ്. ടാപ്പ് ഇൻ ടു സോഴ്സ് എനർജി എന്ന് പറയുന്ന ഒരു ആശയം നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊരു പ്രധാനപ്പെട്ട ആശയമായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്. നമുക്ക് എനർജി നൽകുന്ന ഒരു സോഴ്സ് ഏതാണ്? പലർക്കും പലതായിരിക്കാം. പക്ഷെ നിശ്ചയമായിട്ടും നമുക്ക് ഊർജം നൽകുന്ന, ഹോപ്പ് നൽകുന്ന, ശക്തി നൽകുന്ന ഒരു സോഴ്സ് ഉണ്ടാകണം. ആ സോഴ്സ് നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ, പരാജയം വരുമ്പോൾ, തോൽവി വരുമ്പോൾ, നിരാശ വരുമ്പോൾ ആ സോഴ്സിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നേറുവാൻ സാധിക്കും. പലപ്പോഴും പല രീതിയിലാണ് ആളുകൾ ഈ സോഴ്സിനെ കാണുന്നത്. ചിലർക്ക് സുഹൃത്തുക്കളായിരിക്കാം, ചിലർക്ക് മെന്റേഴ്സ് ആയിരിക്കാം, ചിലർക്ക് റിലീജിയസ് ആയിട്ടുള്ള ടെക്സ്റ്റുകളായിരിക്കാം, മോട്ടിവേഷണൽ പുസ്തകങ്ങളോ ടെക്സ്റ്റുകളോ ആയിരിക്കാം. ഇങ്ങനെ പല രീതിയിലുള്ള ചിന്തകൾ പലർക്കുമുണ്ട്. ചിലർക്ക് ഈശ്വരനാണ്, ചിലർക്ക് യൂണിവേഴ്സ് ആണ്. ഇങ്ങനെ ഏതാണോ നിങ്ങളെ സഹായിക്കുന്ന ഒരു എനർജി സോഴ്സ്, ആ ഊർജം ടാപ്പ് ചെയ്യാൻ തീർച്ചയായും ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ജെൻസിൻസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, മണി ഈസ് നോട്ട് ആൻ എനിമി. പണം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ശത്രുവല്ല, പണം നമ്മുടെ മിത്രമാണ്. പണത്തെക്കുറിച്ച് നമ്മുടെ സമീപനം ഈ സമയത്ത് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പണം നമുക്ക് പ്രോസ്പെക്റ്റ് നൽകുന്ന, വിജയം നൽകുന്ന, ഉയർച്ച നൽകുന്ന, ഒപ്പം തന്നെ ജീവിതത്തിൽ ധാരാളം സമൃദ്ധിയും ഒപ്പം നേട്ടങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ് പണം എന്ന് പറയുന്നത്. പണം ഒരിക്കലും നമ്മുടെ എനിമി അല്ല, നമ്മുടെ ഫ്രണ്ട് ആ ചിന്തയോടുകൂടി പണത്തെ സമീപിക്കേണ്ടത് ആവശ്യമാണ്. ഡിസൈഡ് ദെൻ ആക്ട്. ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ്, അതിനു മുമ്പ് ചിന്തിക്കുക, തീരുമാനമെടുക്കുക. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? ഇത് ചെയ്താൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ്? ഇത് തെറ്റിപ്പോയാൽ, മോശമായി പോയാൽ ഏറ്റവും മോശമായി പോകുന്ന അവസ്ഥ എന്താണ്? ഇങ്ങനെ വ്യക്തമായ ചിന്തയോടുകൂടി തീരുമാനമെടുത്ത ശേഷം മാത്രം ആക്ഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. പല ആളുകളും പരാജയപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും വ്യക്തമായും ആലോചിച്ച് തീരുമാനമെടുത്ത ശേഷം ആക്ഷൻ എടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ആവശ്യമാണെന്ന് നമ്മെ പുസ്തകത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളാണോ? വലിയ നേട്ടങ്ങൾ കൊയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇഫ് യു എക്സ്പെക്ട് എക്സ്ട്രാ ഓർഡിനറി തിങ്സ്, ഡു എക്സ്ട്രാ ഓർഡിനറി തിങ്സ് എന്നാണ് ഈ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മാസീവായ എന്ത് ആക്ഷനാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എനിക്ക് ഒത്തിരി പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് വലിയ പരീക്ഷകൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം എത്രമാത്രം എഫേർട്ടാണ് നാം ഇടുന്നതെന്ന് ഈ സമയത്ത് ആലോചിക്കുക. നാം ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ, നാം ജീവിക്കുന്നത് പ്രസന്റിലാണോ, ഫ്യൂച്ചറിലാണോ, പാസ്റ്റിലാണോ? പാസ്റ്റിലാണെങ്കിൽ കഴിഞ്ഞ കാലത്തെ മിസ്റ്റേക്കുകളെ കുറിച്ചും അതിലെ തെറ്റുകളെ കുറിച്ചും എല്ലാം നാം അനലൈസ് ചെയ്യുകയും അതിനെക്കുറിച്ച് വിഷമിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ഫ്യൂച്ചർ ആണെങ്കിൽ അത് സംഭവിക്കുമോ, ഇത് സംഭവിക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ട് അതിൽ ജീവിക്കാനായിട്ട് നാം ഇടയാകും. അപ്പോൾ ഈ ടെൻഷനും സ്ട്രെസ്സും എല്ലാം ആങ്സൈറ്റിയും എല്ലാം ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പാസ്റ്റ് ജീവിക്കുകയോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ ജീവിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഓർപ്പിക്കുകയാണ്, സക്സസ്ഫുൾ ആയ ലൈഫ് വേണമെങ്കിൽ പ്രസന്റിൽ ജീവിക്കാൻ സാധിക്കണം, ഇന്നിൽ ജീവിക്കാൻ സാധിക്കണം, ഇപ്പോൾ ജീവിക്കാൻ സാധിക്കണം. ഇപ്പോൾ ജീവിക്കുന്നത് എന്താണ്? ശരിയാണ്, പാസ്റ്റിലെ മിസ്റ്റേക്കുകളെ മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തണം, ഫ്യൂച്ചർ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യണം. പക്ഷെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ മൊമെന്റിൽ, ഈ സമയത്ത് ഞാൻ എന്താണ് ചെയ്യുന്നത്, ഈ സമയത്ത് എൻ്റെ ഫ്യൂച്ചർ ഗോളിന് വേണ്ടി ഞാൻ പ്രയത്നിക്കുന്നുണ്ടോ? ആ ഒരു പ്രസന്റിലായിരിക്കുന്ന അവസ്ഥ. വെറുതെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് കരഞ്ഞതുകൊണ്ടോ വരും കാലങ്ങളെക്കുറിച്ച് ആലോചിച്ച് തലയ്ക്ക് പ്രാന്ത് പിടിച്ചതുകൊണ്ടോ കാര്യമില്ല. ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ചിന്ത നമ്മെ ഭരിക്കണം എന്നുള്ളതും ഈ പുസ്തകത്തിൽ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ആളുകൾക്ക് എല്ലാം ഉള്ളൊരു കാര്യമാണ് ഫിയർ, ഭയം. ഈ ഭയത്തെ വിശ്വാസമാക്കി മാറ്റാൻ സാധിക്കണം. ഫിയർ ടു ഫെയ്ത്ത്, അതൊരു ജേർണിയാണ്. പലർക്കും ഭയത്തിന് പല കാരണങ്ങളുണ്ടാകും.
എന്നാൽ ഭയത്തെ മാറ്റിക്കൊണ്ട് അതിനെ വിശ്വാസമായി മാറ്റിയെടുക്കുവാൻ സാധിക്കണം. ഫെയ്ത്ത് കൊണ്ട് എന്ത് നേടുവാൻ സാധിക്കുമെന്നുള്ളതാണ് പല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് പല നേട്ടങ്ങൾ നേടുവാൻ സാധിക്കും. സ്വയമായുള്ള വിശ്വാസം, എനിക്ക് കഴിയും, എനിക്ക് നേടാൻ സാധിക്കും, എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് തീർച്ചയായും മോട്ടിവേറ്റഡ് ആകാനും സെൽഫ് മോട്ടിവേറ്റഡ് ആയി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും സാധിക്കും. ജെൻ സിൻസറോ റിപ്പീറ്റഡായി പറയുന്ന ഒരു വാക്കുണ്ട്, യു ആർ എ ഹീറോ. നിങ്ങളൊരു ഹീറോ ആണ്, നിങ്ങൾ സീറോ അല്ല. നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ മനസ്സിലാക്കിയാൽ, നിങ്ങളുടെ മനസ്സിന്റെ പവറിനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നേടുവാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് യു ആർ എ ഹീറോ എന്നുള്ള ചിന്ത അദ്ദേഹം നമ്മെ വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്. ശരിയാണ്, ഭയമുണ്ടാകും, ആത്മവിശ്വാസക്കുറവുണ്ടാവും, നെഗറ്റീവ് ചിന്താഗതി ഉണ്ടാവും. ഇനി എങ്ങനെ അതിനെ മാറ്റുവാൻ സാധിക്കുക? അതിനും അദ്ദേഹം പല പോംവഴികളും പറയുന്നുണ്ട്. ഈ നെഗറ്റീവായ ചിന്തകൾ ഉണ്ടെങ്കിൽ, സംശയ ചിന്തകൾ ഉണ്ടെങ്കിൽ, നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചിന്തകൾ ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായി മാറ്റേണ്ടത് വളരെ ആവശ്യമാണ്. എനിക്ക് കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് കഴിയുമെന്ന് പറയുക. ഇതെന്നെ കൊണ്ട് പറ്റിയ പണിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇതെന്നെ കൊണ്ട് പറ്റുമെന്ന് പറയുക. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള വാക്കുകളെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായി നാം മാറ്റുക. അതിന് സെൽഫ് ടോക്ക് എന്ന് പറയും, പോസിറ്റീവ് സെൽഫ് ടോക്ക്. പോസിറ്റീവായി എല്ലാ നെഗറ്റീവായ ചിന്തകളെയും പോസിറ്റീവായി മാറ്റേണ്ടതും നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ മാറ്റം വരുത്താൻ സഹായിക്കുന്ന കാര്യമാണ്. പലപ്പോഴും ആളുകൾക്ക് മുന്നേറാൻ കഴിയാത്തതിന്റെ കാരണം കമ്പാരിസൺ ആണ്. മറ്റേയാള് വിജയിച്ചു, എനിക്ക് അങ്ങനെ ആയില്ല. മറ്റേയാൾക്ക് ആ റിസോഴ്സ് ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ വിജയിച്ചു. അയാൾ പഠിച്ചത് ഇന്ന സ്ഥലത്താണ്, അയാൾ ജോലി ഇന്ന സ്ഥലത്താണ്. ഇങ്ങനെ പല രീതിയിൽ ആളുകൾ കമ്പയർ ചെയ്യുകയാണ്. കമ്പാരിസൺ ഉണ്ടെങ്കിൽ മുന്നേറുവാൻ സാധിക്കില്ല. എന്നാൽ എനിക്കെന്തുകൊണ്ട്, അത് വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഒരു നേട്ടത്തിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കുന്നത് ജെൻ സിൻസർ പറയുകയാണ്. മറ്റൊരു കാര്യം പുസ്തകത്തിൽ എനിക്ക് കാണാൻ സാധിച്ചത്, വാട്ട് അതേഴ്സ് തിങ്ക് ഓഫ് മീ. കുറെ ആളുകൾ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ അവർ എന്നെ തെറ്റായി വ്യാഖ്യാനിക്കുമോ, അവർ എന്നെ കളിയാക്കുമോ, ഇവന് ഈ പറ്റിയ പണിയൊന്നും അല്ല എന്ന് പറയുമോ, ഇങ്ങനെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ആളുകൾ ചെയ്യാതെ അവരെ സ്വപ്നങ്ങളായി മാത്രം വെച്ചിരിക്കുകയാണ്. എന്നാൽ മറ്റുള്ളവർ ചിന്തിക്കുന്നതെന്ന് വിഷയം മാറ്റി വെച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ മാറാൻ സാധിക്കും, എനിക്ക് എങ്ങനെ നേട്ടത്തിലേക്ക് പോകുവാൻ സാധിക്കും എന്നുള്ള ചിന്തയോടെ മുന്നേറേണ്ടത് ആവശ്യമാണ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതിനിടയിൽ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നേട്ടങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു, വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? നിങ്ങൾക്ക് ആ വിജയം എന്നത് ഒരു കോൺക്രീറ്റ് ആയ റിട്ടൺ ആയിട്ടുള്ള ഗോൾ ആയിട്ടുണ്ടോ? വ്യക്തമായ ഗോൾ ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. വിജയിക്കണമെങ്കിൽ ചില റിസ്കുകൾ എടുക്കണം. എല്ലാം കംഫോർട്ടബിൾ ആയി നമുക്ക് ഇരുന്നുകൊണ്ട് വിജയിക്കാൻ സാധിക്കില്ല. ചില കംഫോർട്ട് സോണെല്ലാം ബ്രേക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. റിസ്ക് എടുക്കുന്നവർക്കാണ് വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കുന്നതെന്നും ഓർത്തിരിക്കുക. പ്രോക്രാസ്റ്റിനേഷൻ, നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം, മൺഡേ ചെയ്യാം, 1-ാം തീയതി ചെയ്യാം, അടുത്ത വർഷം ചെയ്യാം. ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ടെങ്കിലും വിജയം വളരെ അകലെയായിരിക്കും. എന്തുകൊണ്ടാണ് മാറ്റിവെക്കുന്നത്? ഭയം കൊണ്ടും എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള പേടി കൊണ്ടും സംശയം കൊണ്ടും എല്ലാമാണ്. എന്നാൽ ആ കംഫോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ നമുക്ക് കഴിയണം. ആരോഗ്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ ശാരീരികമായും മാനസികമായും ആത്മീയമായും നല്ല ആരോഗ്യം ആവശ്യമാണ്. ആ ആരോഗ്യമുണ്ടോ എന്ന് നാം വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. ഇടയ്ക്കിടയ്ക്കെല്ലാം നമ്മുടെ ശരീരത്തെ ഒന്ന് പരിശോധിക്കുക, നമ്മുടെ മനസ്സിനെ ഒന്ന് സെർച്ച് ചെയ്യുക, നമ്മുടെ ആത്മാവിനെ ഒന്ന് വിലയിരുത്തുക, നാം ആരോഗ്യവാന്മാരാണോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗിഫ്, കൊടുക്കാൻ ശ്രമിക്കുക. ഒന്നുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. എനിക്ക് എന്തെങ്കിലും സമൂഹത്തിന് കൊടുക്കുവാൻ സാധിക്കുമോ, എനിക്ക് എന്തെങ്കിലും മറ്റുള്ള കൊടുക്കാൻ സാധിക്കുമോ? എല്ലാം ആഗ്രഹിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് എനിക്കെന്താണ് കൊടുക്കാൻ കഴിയുന്നത്. അങ്ങനെ ചിന്താഗതി നമ്മളെ വളർത്തുവാൻ സഹായിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ പുസ്തകം എനിക്ക് വായിക്കാൻ സാധിച്ചത്. ഗ്രാറ്റിറ്റ്യൂഡ്, ഉള്ളത് നന്ദി പറയുക. ഉള്ളത് നന്ദി പറയുമ്പോൾ ഇനിയും കിട്ടും. ഉള്ളത് സന്തോഷിക്കാതെ ഇല്ലാത്തതിനെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല. ഉള്ളതിനെ കുറിച്ച് നാം നന്ദി പറയുമ്പോൾ ഇനിയും കിട്ടും. ആ ഒരു ചിന്ത, ദ മൈൻഡ് സെറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കേണ്ടത് വളരെ ആവശ്യമാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയത് ഈ പുസ്തകത്തിൽ കാണുവാൻ സാധിച്ചത് ഫോർഗീവ്നെസ് ആണ്. ഫോർഗീവ്നെസ്, ക്ഷമിക്കാൻ സാധിക്കുക. പലപ്പോഴും നമ്മെ ഉപദ്രവിച്ചിട്ടുണ്ടാകാം, മോശം വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാകാം, ശാരീരികമായി മാനസികമായി വേദനിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതിനെയൊക്കെ മറക്കുവാനും ക്ഷമിക്കുവാനും സാധിക്കുന്നുണ്ടോ? ഫോർഗീവ്നെസ്, അത് തീർച്ചയായും ആവശ്യമായിട്ടും പുസ്തകം പറയുന്നുണ്ട്. അവസാനമായി ഒരു കാര്യം കൂടി പുസ്തകം പറയുന്നത് എങ്ങനെയാണ്, ജീവിതത്തിൽ വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ലൈഫ് കോച്ചിനെ ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരാൻ സഹായിക്കുന്ന, നിങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഗൈഡൻസിൽ നിങ്ങൾ വ്യക്തമായി വളരുവാൻ സാധിക്കുകയാണെങ്കിൽ വിജയം സുനിശ്ചിതമായി സാധിക്കുമെന്ന് പുസ്തകം ഓർപ്പിക്കുകയാണ്. തീർച്ചയായും പുസ്തകം വായിക്കുക. യു ആർ എ ബാഡാസ്. ജീവിതത്തിൽ വലിയ വലിയ നേട്ടവും മാറ്റവും ഉണ്ടാക്കുവാൻ സഹായിക്കുവാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.